അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ അളബിഹി വയഖാബിഹി വശർഇ ഇബാദിഹി വഹമസാതി ശയാത്തീനി വയഹ്ളറുൻ. ബിസ്മില്ലാഹില്ലദീ ലാ യളറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം. യാ ഹയ്യു യാ ഖയ്യൂം യാ ബദീഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على سيدنا محمد نور ذاته وسر ساري سره بجميع الأسماء والصفات. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഇൽമ് ദുആ മജ്ലിസിൻ്റെ ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ മാന്യ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹള് ഫളല് കൊണ്ട് നമ്മുടെ ഈ സംരംഭം അല്ലാഹു തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മൾ തന്നെ രേഖപ്പെടുത്തി ഏറ്റെടുക്കട്ടെ. ഇവിടെ സംഘടിച്ച ഒരൊറ്റ കാരണം കൊണ്ട് ചെറുപ്പം മുതൽ നിൽകൃതമായ സാഹചര്യം വരെ നമ്മിൽ നിന്നും വന്ന് സംഭവിച്ചു പോയ അനേകം ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയുമുള്ള സകലമാന തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി ജീവിച്ച് അവസാനം ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ദോഷത്തിൻ്റെ ഒരു കറ പോലും അള്ളാഹു നമ്മളിൽ അവശേഷിപ്പിക്കാതെ പരിപൂർണ മുത്തഖിയായി പരിപൂർണ മുഅ്മിനായി അവൻ്റെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരും ചൊല്ലിത്തരാതെ സ്വന്തം മനസ്സിൽ നിന്നും യാർജിച്ച് എടുത്ത് ചൊല്ലി സ്വർഗത്തിൻ്റെ ഫോട്ടോ കൺകുളിർക്കെ കണ്ടുകൊണ്ട് പുഞ്ചിരി തൂകി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ സംരംഭത്തിലേക്ക് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹകരണങ്ങൾ അർപ്പിച്ച വിശേഷ ഈ പരിപാടിക്ക് വേണ്ടി മീറ്റിംഗ് വിളിച്ചപ്പോൾ അഭിപ്രായം പറയാൻ വേണ്ടി അതിൽ പങ്കെടുത്തവർ, ഇതിൻ്റെ ഫ്ലെക്സ് നോട്ടീസ് എന്ന മുതലായവ അതിനുവേണ്ട സഹായങ്ങൾ അർപ്പിച്ച എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാർ വന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കാൻ പോകുന്ന ഉപാധികൾ പ്രാർത്ഥനകൾ എല്ലാം അള്ളാഹു ഏറ്റെടുക്കുന്ന ഈ മലക്കുകളുടെ സവിധത്തിൽ നമ്മുടെ സവിധത്തിൽ മലക്കുകൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന സദസ്സാക്കി തീർക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാലതാമസമില്ലാതെ പെട്ടെന്ന് അതിനെ പൂർത്തിയാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഉസ്താദ് സുബ്ഹാനല്ലാഹ്ന്റെ നാമകരങ്ങൾ കുറേ ചൊല്ലിയിട്ട് സ്വലാത്തൊക്കെ ഒരുപാട് ചെല്ലാൻ വേണ്ടിയൊക്കെ നമ്മളോട് പറഞ്ഞു. ഏതായിരുന്നാലും പ്രഭാഷണം കഴിഞ്ഞു. ഞാനൊരു പ്രഭാഷകനൊന്നുമല്ല. ഇനി നമുക്ക് വേണ്ടത് അള്ളാഹുവിനോട് നമ്മുടെ ആവലാദികളും വേവലാദികളും പറഞ്ഞുകൊണ്ട് പിടക്കുന്ന ഹൃദയത്തോട് ഒലിക്കുന്ന കണ്ണീരോടുകൂടെ ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മുൻപായിട്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഒരുപാട് സീറ്റുകൾ ഇവിടെ ഒഴിവ് കിടക്കുന്നുണ്ട്. ഈ സീറ്റിലൊക്കെ പരമാവധി വന്നിരുന്നു കൊണ്ട് എല്ലാവരും അടുത്തടുത്തിരുന്നു കൊണ്ട് തന്നെ സഹകരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാവരും മുന്നിൽ വന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിയോട് അല്പം സലാം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് മുന്നോട്ട് വരിക. ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ശാരീരികമായ അസ്വസ്ഥതകൾ, അസുഖങ്ങൾ, അതുകൊണ്ടൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട്, അതല്ലെങ്കിൽ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്, അതല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ നമ്മളെ സഹായിക്കുന്ന നമ്മളോട് സഹകരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ പല അസുഖങ്ങൾ കൊണ്ടും പൊറുതിമുട്ടി കഴിയുന്നവരുണ്ടാകാം. അവർക്കൊക്കെ ഒരു മോചനം കിട്ടണം. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് കൊണ്ട് അതിനൊരു അറുതി ഉണ്ടാവണം.
അത് അല്ല എങ്കിൽ ഇനി ശാരീരികമായ അസുഖങ്ങൾ നമുക്കില്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങളാൽ തറന്നുകൊണ്ട് ജീവിതം തള്ളിക്കൊണ്ടുപോകുന്ന വിഭാഗം ഈ കൂട്ടത്തിലുണ്ടാകും. അതല്ലെങ്കിൽ ഞാൻ എണ്ണി പറഞ്ഞ കൂട്ടത്തിലുണ്ടാകും. ഇനി ശാരീരിക മാനസിക പ്രയാസങ്ങളില്ല എന്നിരുന്നാലും സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവും. കുടുംബത്തെ ഒന്ന് കരകയറ്റാൻ അല്ലെങ്കിൽ കുടുംബം പട്ടിണിയില്ലാതെ ഒന്ന് മുന്നോട്ട് പോകാൻ സമ്പത്തില്ലാതെ മറ്റൊരുത്തനോട് കടം വാങ്ങേണ്ട ഗതികേട് വാങ്ങി അവര് ജീവിതം തള്ളിക്കൊണ്ടുപോകുന്ന വിഭാഗം ഈ കൂട്ടത്തിൽ അല്ലെങ്കിൽ പറയപ്പെട്ടവരുണ്ടാവും. കടങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയവർ, പലിശയുമായി ബന്ധപ്പെടേണ്ട ഗതികേടിൽ ആണ്ടുപോയവർ, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അതല്ലെങ്കിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതിനൊക്കെ ഒരു മോചനം കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയാണ് ഇനി അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യുന്നതിന് മുൻപായിട്ട് ഹബീബിൻ്റെ റൗളയിലേക്ക് അല്പം സലാം നമ്മുടെ മഹത്തായ സംഗമത്തിൽ നിന്നും ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് ഒരു നോക്ക് കാണാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാം ചെല്ലാൻ പോകുന്ന ഈ സലാമിൻ്റെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ ഹബീബിനെ നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് അല്ലാഹ് കാണിച്ചു തരട്ടെ. മരിക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിന്റെ റൗളയിൽ ഒന്ന് പോകാനും അവിടെ പോയി ഒന്ന് സായുജ്യമടയുവാനും റസൂലുള്ളാഹിന്റെ റൗളയിൽ പോയി ഒന്ന് സിയാറത്ത് ചെയ്യുവാനും ഹബീബിനോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹി എന്ന് ഉറക്കെ വിളിച്ചു പറയുവാനും നാം ചൊല്ലുന്ന ഈ സലാമുകൾക്ക് കാരണമായി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഈ മഹത്തായ സംരംഭത്തിൽ ഞങ്ങളെ കരുണന്റെ കഷ്ണമായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാം പറയുകയാണ്. അല്ലാഹ് പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് ഞങ്ങൾ ചൊല്ലുന്ന സലാമുകളെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഹബീബിന്റെ റൗളയിലേക്ക് നീ ഒന്ന് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഹബീബിന്റെ ശഫാഅത്തിന് കാരണമായിട്ടൊന്ന് തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ആവലാദികളും വേവലാദികളും നിന്നോട് സമർപ്പിക്കാൻ പോകുകയാ. പടച്ചവനെ, ഞങ്ങൾ ഹബീബിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഈ സലാം പറയേണ്ട ബറക്കത്ത് കൊണ്ട് എല്ലാ ആവലാദികളും പ്രയാസങ്ങളും നീ തീർത്ത് സലാമത്ത് തരണം റഹ്മാനെ. എല്ലാവരും ഏറ്റു ചൊല്ലുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ നജിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അമലൻ സ്വാലിഹൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഇരിക്കുക. കൂടുതലായിട്ടൊന്നും ഇനി പ്രസംഗിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഭാഷകനൊന്നുമല്ല. അന്നസീഹത്തു നിസ്ഫുൽ ഈമാൻ. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ചു. നമ്മുടെ ഈമാൻ ഒന്ന് കട്ടികൂട്ടാൻ വേണ്ടി ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും എന്നോടും നാലാമതായും നിങ്ങളോടും എനിക്ക് ഉപദേശം വെക്കാനുള്ളത് ഒന്ന് രണ്ട് വാക്യത്തിൽ മാത്രം ചുരുക്കി നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
ഇപ്പം നമ്മളൊക്കെ വളരെ വിഷമത്തിലാണ്. 500-ന്റെ നോട്ടും 1000-ന്റെ നോട്ടും അല്ലേ? ഇപ്പോൾ ആർക്ക് പ്രസംഗിക്കുമെന്ന് പറയാനുള്ള വിഷയം തന്നെ 500-ഉം 1000-ഉം ഓരോ ദിവസത്തിനുള്ള ഓരോരോ വിഷയങ്ങളാണല്ലോ. അതൊക്കെ പെട്ടെന്ന് അസാധുവാകണ് എന്ന് അറിഞ്ഞപ്പോൾ നമുക്കുണ്ടാകുന്നൊരു മനോവിഷമം. ഇന്ന് 500-ഉം 1000-ഉം ഉള്ളവനക്കും ഒരു വീര്യവുമില്ല, ഒരു നിലയുമില്ല. 100 രൂപ ഉള്ളവനക്ക് എൻ്റെ നാട്ടിൽ ഇന്ന് രാവിലെ ക്യൂ സിസ്റ്റമാണ്. പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലും ബാങ്കിന്റെ മുമ്പിലും ഒക്കെ ക്യൂ. ഏറ്റവും രാവിലെ തന്നെ ടോക്കൺ കൊടുത്തു. ഉള്ളവർക്ക് മാത്രം 1000 രൂപ മാത്രമേ അതിന് ചില്ലറയായിട്ട് കൊടുക്കുന്നുള്ളൂ. ചില ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ട് 500 രൂപ പല ആൾക്കാരിൽ നിന്നും കൊടുത്തുകൊണ്ട് എനിക്ക് 300 രൂപ തന്നാൽ മതി, 200 വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ചു പോകുന്നത് അറിഞ്ഞ്. 1000 രൂപ കൊടുത്തുകൊണ്ട് എനിക്ക് 800 രൂപ തന്നാൽ മതി, 200 വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 1000-നും 500-നും വിലയില്ലാതായിക്കൊണ്ടിരിക്കുക. എത്രയോ മൂല്യമാണ് നമ്മൾ കരുതിയിരുന്ന ആ ഒരു സംഖ്യ, ഏറ്റവും വലുതാണെന്ന് നമ്മൾ കരുതിയിരുന്ന ആ ഒരു പണം ഇന്ന് അസാധുവായി കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്കുണ്ടായൊരു മനോവിഷമം. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ദുനിയാവാണ്, നാളെ നമുക്ക് ആഖിറം വരാനിരിക്കുന്നുണ്ട്. നാം ചെയ്തുകൊണ്ടിരിക്കുന്നതായ അമലുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് അസാധുവാണ് എന്നുള്ള ഒരു വാർത്ത അവിടുന്ന് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ന് ചെയ്തതുപോലെ 500-ന് 300 തന്നാ മതി, 200 വേണ്ട, 1000 കൊടുത്തിട്ട് 800 മതി, 200 വേണ്ട എന്നൊരു സമ്പ്രദായം മഹ്ശറിലില്ല. നമ്മളതെല്ലാം അസാധുവാണ് എന്നുള്ള ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നഅൂദു ബില്ലാഹി, റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവൊക്കെ ഇപ്പൊ നമുക്ക് പ്രതികൂല സാഹചര്യത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ്. ഓരോ അടയാളങ്ങളും വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുക. ഇനി ദജ്ജാലിനെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് യഖീനാവുകയുള്ളൂ. എല്ലാം ഖുർആൻ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ അദാബുകളിൽ പെടുത്താതെ നമ്മളെ രക്ഷിച്ചു തരട്ടെ. എനിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1, 2, 3 എന്നോടും 4-മതായി നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആവലാതിപ്പെടേണ്ടത്, നമ്മൾ ഭയം വെക്കേണ്ടത്, നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ ഹളറത്തിൽ നമ്മൾ പുനരുദ്ധരിക്കുമ്പോ ഓട്ടക്കാലയാണയായി കൊണ്ട് ആയിരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ നാളെ വിജയിക്കണം. അപ്പോഴേ നമ്മളെ ജീവിതത്തിന് ലക്ഷ്യം ഉണ്ടാവുള്ളൂ, ഒരു വിജയിക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മൾ ജനിച്ചതൊക്കെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ സവിധത്തിൽ ഉന്നതമായ സ്വീകാര്യമായ മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനിൽ ജനിച്ചു. അൽഹംദുലില്ലാ, ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിനെ എത്ര സ്തുതികൾ അർപ്പിച്ചാലും നമുക്ക് മതി വരൂല. പക്ഷേ നമ്മൾ ആവലാതിപ്പെടേണ്ടത്, പടച്ചവനെ നിന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ മുസൽമാനായി, ഇനി നിന്റെ ഖുദ്റത്ത് കൊണ്ട് നാളെ എനിക്ക് മുസൽമാനായിട്ട് മരിച്ചു പോകാൻ, മൗത്തായി പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തില. നമ്മൾ ജനിച്ചപ്പോൾ കലിമ പോലും ചൊല്ലേണ്ട ആവശ്യമില്ലാതെ മുഅ്മിനായിട്ട് തന്നെ അല്ലാഹ് സ്വീകരിച്ച രൂപത്തിൽ തന്നെ നമ്മൾ ജനിച്ചു വീണു. പക്ഷേ ഇനി മരിക്കുമ്പോ ആഖിബത്ത് നന്നായിട്ട്, അഥവാ മുസൽമാൻ എന്നുള്ള മുദ്രയോട് കൂടെ തന്നെ മരിച്ചു പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ജീവിത ശൈലി എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഉത്തരം കിട്ടും. ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത ശൈലി നമ്മളൊന്ന് സ്വയം അഭ്യക്തതയിൽ എടുത്തുകൊണ്ട് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉത്തരം കിട്ടും. നാളെ എനിക്ക് മുസൽമാനായിട്ട് മരിച്ചു പോകാൻ പറ്റുമോ? ഓരോരുത്തർ സ്വന്തം ഒന്ന് വിലയിരുത്തിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് സമൂഹമേ, മനുഷ്യ സമുദായമേ, നിങ്ങളെ നാം എനിക്ക് ആരാധിക്കാൻ വേണ്ടിയില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന. സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളിൽ ഉള്ള കർമ്മം, കടമ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആരാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ആണ് എന്നതിൽ, അള്ളാഹുവിന്റെ യഥാർത്ഥ ആബിദീങ്ങളാണെന്നുള്ളതിൽ ഒരു അർത്ഥവുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ആബിദീങ്ങൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കുക, ഒരു ദിവസത്തില് ഞാൻ നാളെ മരിച്ചു പോകുമ്പോ എനിക്ക് മുസൽമാനായിട്ട് മരിച്ചു പോകണമെങ്കിൽ അള്ളാഹു എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ
ആ ഒരു പ്രക്രിയ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഉടനീളം നിർവഹിച്ചു കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതൊന്ന് സ്വയം ഒന്ന് തിട്ടപ്പെടുത്തുക. എന്നിട്ട് ആലോചിച്ച് നോക്കുക. നമ്മൾ കേവലം 5 വക്ത നമസ്കാരത്തിൽ മാത്രമാണ് അള്ളാഹ്ക്കുള്ള ആരാധന മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 വക്ത നമസ്കാരം മാത്രം. ഒരു വക്കത്ത് നമസ്കരിക്കാൻ നമുക്ക് പരമാവധി ഒരു 10 മിനിറ്റ് സമയം എടുക്കുക. അങ്ങനെയാണെങ്കിൽ 5 വക്ത നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ 50 മിനിറ്റ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമ്മൾ നിസ്കരിക്കുന്നത്. ഒരു ദിവസത്തിൽ 5 വക്ത കൂട്ടിയാൽ 50 മിനിറ്റ്, 23 മണിക്കൂറും 10 മിനിറ്റും നമുക്ക് ശേഷിപ്പാണ്. വെറും 50 വക്ത് ഒരു ദിവസം 50 മിനിറ്റ് ഒരു ദിവസത്തിൽ കഴിച്ചാൽ, ആരാധനയിൽ മുഴുകിയാൽ, ബാക്കി 23 മണിക്കൂറും 10 മിനിറ്റും എന്ത് ചെയ്തു എന്നുള്ളത് നാളെ അള്ളാഹിനോട് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് ആരാധന മുഴുകാനുള്ള സൽബുദ്ധിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വയം ഒന്ന് ആലോചിച്ചിട്ട് പരിവർത്തിപ്പെടുത്തുക. ഞാൻ മുസൽമാനാണ്, ഇനി എനിക്ക് നാളെ മരിച്ചു പോകുമ്പോൾ മുസൽമാനായിട്ട് തന്നെ മരിച്ചു പോകാൻ പറ്റുമോ? ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ജീവിതത്തിന്റെ ശൈലി കാരണമായിട്ട് എനിക്ക് ആഖിബത്ത് നന്നാവാൻ, കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊന്ന് വിചിന്തനം ചെയ്യുക. ഒന്ന് സ്വയം വിചിന്തനം ചെയ്യുക. ഈ സദസ്സെങ്കിലും നമ്മൾ അതിനൊരു ഉപയോഗിപ്പിക്കാൻ എടുക്കുക. രണ്ടാമതായിട്ട് നാം ആവലാതിപ്പെടേണ്ടത്, നാളെ നാം മരിച്ചു കഴിഞ്ഞാൽ ഇനി ബർസഖിയായ ജീവിതം വരാനുണ്ട്. നാം വിശ്വസിക്കുന്നവരാണ്, പഠിച്ചവരാണ്, പഠിപ്പിക്കുന്നവരാണ്. നാളെ ഖബറിന്റെ അകത്തളത്തിൽ പോയി ഒറ്റയ്ക്ക് കിടക്കേണ്ടവരാണ്. അവിടെ മുൻകറുണ്ട്, നക്കീറുണ്ടെന്ന് പഠിച്ചവരാണ്. അവര് വന്നുകൊണ്ട് മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക വമാ ഖിബ്ലതുക, നിന്റെ റബ്ബ് ആരാ, നിന്റെ ദീനേതാ, നിന്റെ നബി ആരാ, നിന്റെ ഖിബ്ല ഏതാ എന്നിത്യാദി ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമെന്ന് പഠിച്ചവരാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ പഠിപ്പിക്കുന്നവരാണ്. പക്ഷേ നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ, ചെയ്തുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി കാരണമായിട്ട് നാളെ ഖബറിൽ മുൻകർ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അതിന് ലളിതമായി ഉത്തരം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? രണ്ടാമതായിട്ട് ആവലാതിപ്പെടേണ്ടത് അതിലാണ് പരിശുദ്ധമായ ഖബർ. ഖബറിൽ വെച്ചുകൊണ്ടുള്ള ആ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതിലാണ് ആവലാതിപ്പെടേണ്ടത്. സ്വന്തം ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ജീവിച്ച ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവരുന്നതായ കാര്യങ്ങളാൽ എനിക്ക് ഖബറിൽ ഉത്തരം കൊടുക്കാൻ കഴിയുമോ എന്ന് ആർത്തുകൊണ്ട് വിലപിച്ചുകൊണ്ട്, എന്തെങ്കിലും ദോഷങ്ങൾ വന്നവരാണെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് രക്ഷ നേടാൻ, അവിടെ നിന്ന് മുക്തി നേടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ശൈലിയൊന്ന് മാറ്റിപ്പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായിട്ട് ആവലാതിപ്പെടേണ്ടത് ഖബർ കടക്കുമ്പോൾ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാരണങ്ങൾ കൊണ്ട് ഖബറുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയോ ഇല്ലേ എന്നുള്ളതാണ്. ഒന്ന്, ആഖിബത്ത് നന്നാവോ? 2, ഖബറിൽ രക്ഷപ്പെടുവോ? വലിയ കാര്യം ഇത് തന്നെയാ അല്ലേ? നമ്മൾ സാധാരണ വേലി വരെ വെള്ളമേറ്റി വേലിക്കൽ വെച്ച് കലം ഉടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊണ്ടുപോയതെല്ലാം വേസ്റ്റ് എന്നതുപോലെ നമ്മൾ പള്ളിയിൽ പോകുന്നു, ഇതുപോലത്തെ സദസ്സുകളിൽ വന്നിരിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്തു കൂട്ടുന്നു. പക്ഷേ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചതെല്ലാം വേസ്റ്റായി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇനി മരിച്ചാൽ ഖബറിൽ വെച്ചുകൊണ്ട് മുൻകറിനേക്ക് വന്നുകൊണ്ട് ചോദ്യം ചോദിച്ചുമ്പോ എനിക്കൊന്നും അറിയില്ല എന്ന ഉത്തരങ്ങാനും പറയേണ്ട ഗതികേട് വന്നാൽ അവിടെയും നമ്മൾ ജീവിച്ചതെല്ലാം വേസ്റ്റായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കാൻ, ലളിതമായ രീതിയിൽ ഉത്തരം കൊടുക്കാൻ എല്ലാ ത്വാഖത്തും ഈ സദസ്സിലിരുന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ കാര്യത്തിൽ ആവലാതിപ്പെടേണ്ടത് അതാണ് നമുക്ക് ശാശ്വതം. മൂന്നാമതായിട്ട് നാളെ മഹ്ശറ വൻസഭയുണ്ടെന്ന് പഠിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചാണകലത്തിൽ സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുമ്പോ വിയർപ്പിനാൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് എങ്ങോട്ടാണെന്നറിയാതെ നെട്ടോട്ട് മൂടുന്ന ഒരു സാഹചര്യം അള്ളാഹുവിന്റെ മുൻപിൽ പുനരുദ്ധരിച്ചുകൊണ്ട്
അള്ളാഹുവിന്റെ വിചാരണ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിതാബ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോ അത് നമ്മുടെ വലത് കൈയിലാണോ അതോ ഇടത്തെ കൈയിലാണോ തരുന്നത്? ഇടത്തെ കൈയിലെങ്ങാനും കിതാബ് കിട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അവിടെ നമ്മൾ പരാജിതരാണ്. ആ കാര്യത്തിലാണ് നമ്മൾ ആവലാതിപ്പെടേണ്ടത്. ശാശ്വതമായ വിഷയത്തിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നാളെ അള്ളാഹുവിന്റെ കയ്യിൽ നിന്നും കിതാബ് വലം കൈ കൊണ്ട് വാങ്ങുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. ഉറക്കെ പറയ് ആമീൻ. നാളെ അള്ളാഹുവിന്റെ കയ്യിൽ നിന്നും കിതാബ് വലം കൈ കൊണ്ട് വാങ്ങാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ സംരംഭത്തിലിരുന്ന ഒരൊറ്റ കാരണത്താൽ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായിട്ട് നമ്മൾ ആവലാതിപ്പെടേണ്ടത് ആ വിഷയത്തിലാണ്. സ്വന്തം ഹൃദയത്തോടെ സാഹചര്യത്തിലെങ്കിലും ഒന്ന് വിചിന്തനം നടത്തിക്കൊണ്ട്, പടച്ചവനെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവനാ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, അതിലൂടെ എന്റെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. പടച്ചവനെ, നാളെ ഖബറിൽ കിടക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ലളിതമായ ഉത്തരം കൊടുക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നിന്നെ വിചാരണ ചെയ്താൽ നിന്റെ കിതാബുകൾ എന്റെ വലങ്കയിൽ തന്നെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയൊന്ന് മാറ്റി പിടിച്ചുകൊണ്ട് പരിപൂർണമായി അള്ളാഹുവിന്റെ ഇഷ്ടദാസൽ ഉൾപ്പെടാൻ ഓരോരുത്തരും സന്നദ്ധരാവുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിലാണ് നമ്മൾ ആവലാതി കൊള്ളേണ്ടത്. അല്ലാതെ ശാശ്വതമില്ലാത്ത 500-ന്റെയും 1000-ന്റെയും വീര്യം കുറഞ്ഞ അസാധുവാണെന്ന് കേൾക്കുമ്പോ ഇനി എന്ത് ചെയ്യുമെന്നും അറിയാതെ ആവലാതിപ്പെടുന്നൊരു മനസ്സ് നമുക്കുണ്ടാവാൻ പാടില്ല. അത് ശാശ്വതമല്ല. ശാശ്വതമായത് അള്ളാഹിന്റെ മുമ്പിലുള്ള വിജയമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടാൽ നമ്മൾ ജീവിച്ചത് എത്ര വർഷമാണെങ്കിലും എല്ലാം വേസ്റ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നാലാമതായിട്ട് ആവലാതിപ്പെടേണ്ടത് അള്ളാഹുവിന്റെ ദേഷ്യം ഉൾക്കൊള്ളുന്നവരായ, അള്ളാഹുവിന്റെ കോപം ഉൾക്കൊള്ളുന്നവരായ, അള്ളാഹു വെറുത്തവരായ വിഭാഗത്ത് വലിച്ചെറിയപ്പെടുന്ന, കത്തിക്കാളുന്ന നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിഭാഗത്തിൽ ഞാൻ പെട്ടുപോകുമോ, ആ നരകത്തിന്റെ അടിമയാകുമോ ഞാൻ എന്നൊരു കാര്യത്തിലാണ് ആവലാതിപ്പെടേണ്ടത്. നരകത്തിൽ പെട്ടുകഴിഞ്ഞാലും വലിയ പ്രയാസ. എന്ന് കാലഘട്ടം കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി അല്ലേ? സൂര്യൻ ഓരോ ദിവസം കഴിയുമ്പോഴും അടിയിലോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. നമുക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയായി കഴിഞ്ഞു, എത്ര ഫാനിട്ട് കഴിഞ്ഞാലും കട്ടിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ട് ചൂട് സഹിക്കാൻ കഴിയാതെ നിലത്ത് ഷർട്ടൊക്കെ ഊരിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇസ്തിരിടുമ്പോൾ ഒരു അല്പം ശരീരത്തിൽ പോറൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. നരകത്തെ കുറിച്ചൊക്കെ പല ഉസ്താദന്മാരിൽ നിന്ന് നമ്മൾ പഠിച്ചവരാ. മദ്രസയിൽ പഠിച്ചവരൊക്കെ നരകത്തിന്റെ കാഠിന്യൊക്കെ പഠിച്ചതാ. നാളെ അള്ളാഹുവിന്റെ ദേഷ്യം, അള്ളാഹിന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ കോപം ഉൾക്കൊള്ളുന്ന വിഭാഗത്തെ വലിച്ചെറിയപ്പെടുന്ന നരക കുണ്ടാരത്തിൽ ഞാൻ പെട്ടുപോകുമോ, ആ കാര്യത്തിലും ഒന്ന് ആവലാതിപ്പെട്ടുകൊണ്ട് സ്വയം വിചിന്തനം ചെയ്യാൻ ഈ മഹത്തായ സംരംഭം നമ്മൾ മുതലാക്കിയെടുക്കുക. ഇന്ന് പോയാൽ അല്പ ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും ഞാൻ ചെയ്തു കൂട്ടുന്ന നല്ലതും ചീത്തതുമായ കാര്യങ്ങളൊന്ന് കണക്ക് കൂട്ടുക. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ പോയാൽ എനിക്ക് നാളെ കലിമ ചൊല്ലി മൗത്താകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് വിളിച്ചാലേ വിളിക്കുത്തരം നൽകാൻ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരുമുണ്ട്. നാളെ നമ്മുടെ റൂഹങ്ങ് വിട പറഞ്ഞു പോയാൽ, നമ്മൾ വിളിച്ചാൽ അത് കേൾക്കാൻ ആരുമില്ല. ഖബറിന്റെ അകത്തളത്തിൽ കൊണ്ടുപോയി ഉറ്റവരും ഉടയവരും 3 പിടി മണ്ണങ്ങ് വാരിയിട്ട് കൊണ്ട് മീസാൻ കല്ല് കൊണ്ട് ഖബറങ്ങ് മൂടിയാൽ, തെൽക്കീനും തസ്ബീഹത്തും ഓതിക്കൊണ്ട് അവരങ്ങ് പിരിഞ്ഞു പോയാൽ, ആ കൂരിട്ടിനകത്ത് ഒറ്റയ്ക്ക് കഴിയേണ്ടവരാ നമ്മള്. അപ്പൊ സ്വന്തം ഒന്ന് വിചിന്തനം ചെയ്യാ. ഇന്ന് കൂടെ കിടക്കുന്ന ഭാര്യയാണെങ്കിൽ പോലും നാളെ ഒറ്റക്കാ കിടക്കേണ്ടത് നമ്മൾ. അതിന്റെ ഉദാഹരണം തന്നെയാ. നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറൂല. നമ്മളെ വിശപ്പ് മാറെങ്കിൽ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കണം എന്നതുപോലെ തന്നെയാ. നാളെ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് നമ്മൾ തന്നെ പോകണം. മുസൽമാനായിട്ടല്ലാതെ മരിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും ഈ 3 വിഷയങ്ങൾ മാത്രം എന്നോടും
1, 2, 3 ആയി, 4-മതായി നിങ്ങളോടും ത്വരിതപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നായി ഖബറിൽ രക്ഷ നൽകി നമ്മൾ ഹിസാബ് എളുപ്പമായി നരകത്തിൽ മോചിതനാവാൻ എല്ലാ വഴികളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നല്ലതും ചീത്തതും വേർതിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് സൽബുദ്ധിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് സാധാരണ എല്ലാവരും പറയുന്നത് ആ പ്രാർത്ഥന, ദുആ. ഒരാളെ കണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളതാ, എൻ്റെ കാര്യം മറക്കരുത്, ദുആ ചെയ്യണേ. അത് കളിയാണെങ്കിലും കാര്യമായാലും നമുക്ക് പറയാനുള്ളത് എന്താണ്? പിരിഞ്ഞു പോകുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യം മറക്കരുത്, ദുആ ചെയ്യണേ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. യാത്ര പുറപ്പെടുകയാണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെങ്കിലും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ, എങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണെങ്കിലും എനിക്ക് ദുആ ചെയ്യണം, മറക്കരുത്. ഇതാ നമുക്ക് ഉണർത്താനുള്ളത്. സത്യത്തിൽ എന്താണ് ഈ പ്രാർത്ഥന? ദുആ ചെയ്യുമ്പോൾ അതൊന്ന് മനസ്സിലാക്കണമല്ലോ. എന്താണ് ഈ പ്രാർത്ഥന? അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന. പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനാ കർമ്മമാണ് എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ആരാധന കർമ്മമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയില്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. അപ്പോ ഇനി നാം ചെയ്യാൻ പോകുന്നതും അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു പ്രവർത്തനത്തിലേക്കാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന് ആരാധന കർമ്മമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. തീർച്ചയായിട്ടും ഒരു ആരാധന നമുക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് കൂടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. നിയ്യത്ത് ശരിയാക്കണം. ഏതൊരു അമലും അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് ശരിയാക്കണം. നിയ്യത്ത് ശരിയാക്കാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നമ്മുടെ ഹബീബ് നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ നിയ്യത്ത് ശരിയാക്കിയിട്ട് പ്രാർത്ഥന എന്ന ആരാധന കർമ്മത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുക. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തി എന്ത് കളർ ഷർട്ടാണ് എന്നോ, അതല്ലെങ്കിൽ അവൻ്റെ കാല് അങ്ങനെ വെച്ചത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായെന്നോ ഒന്നും മനസ്സിൽ ഒരു വെറുപ്പോ മുഷിപ്പോ ഒന്നുമില്ലാതെ ആരാധനയിൽ നിസ്കാരത്തിലേക്ക് നമ്മൾ മുഴുകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നിസ്കാര അള്ളാഹുവിനുള്ള സംഭാഷണമാണ്. അത് വളരെ ഭംഗിയായിട്ട് എത്ര ഇടങ്ങറുണ്ടെങ്കിലും, പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും മുന്നിലായാലും ബാക്കിലായാലും നമുക്കൊരു പ്രയാസമല്ല. അവിടെ മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും ഏത് രൂപത്തിലുള്ള ആൾക്കാരാണെങ്കിലും നിസ്കാരത്തിന് സെഫ് കെട്ടിയാൽ മുന്നിലോ ബാക്കിലോ അത് നമുക്ക് പ്രയാസമല്ല എന്നതുപോലെ ഒരു ആരാധന കർമ്മമാണ് ഇനി നാം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വെറുപ്പോ വിദ്വേഷമോ മുഷിപ്പോ ഒന്നുമില്ലാതെ ആത്മാർത്ഥമായി തൊട്ടടുത്തിരിക്കണോന്ന് എന്നും പ്രതീക്ഷിക്കണ്ട. ഇത് ഞാനും എൻ്റെ അള്ളാഹും തമ്മിലുള്ള ചോദ്യോത്തരമാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിട്ട് ഒരു ആരാധന കർമ്മമാണ് എന്ന് നല്ല റാഹത്തോടു കൂടെ മനസ്സിൽ സീല് വെച്ചുകൊണ്ട് നിയ്യത്ത് ശരിയാക്കിയിട്ട് ഇഖ്ലാസോട് കൂടെ നിങ്ങൾ ആമീൻ പറയുക. ആത്മാർത്ഥത വേണം. ഇഖ്ലാസ് ഇല്ലാത്തതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. നിയ്യത്തില്ലാത്തതും അതിൽ ഇഖ്ലാസ് ഇല്ല എങ്കിലും അള്ളാഹ് സ്വീകരിക്കൂല. നല്ല നിയ്യത്തോടു കൂടെ അതിൽ ഇഖ്ലാസ് അഥവാ ആത്മാർത്ഥത ഉളകൃതമാക്കി റബ്ബിനോട് ചോദിക്കണം. എല്ലാ പ്രാപ്തിയും നമുക്ക് തരട്ടെ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കാലതാമസമില്ലാതെ പെട്ടെന്ന് അത് നടപ്പാക്കി തരും. 40 ആള് കൂടിയ ദുആ അല്ലാഹു തട്ടി മാറ്റൂല എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇത് 40 അല്ല, 40-ൽ പരം ആൾക്കാരുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇവിടെ തങ്ങൾ മാത്രം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കില്ല, അത് മൂപ്പര് നോക്കിക്കോളും എന്നല്ല. നമ്മളൊക്കെപ്പാടൊരു സംഘമാണ്. ഇപ്പോൾ ഇത് കൂട്ടുപ്രാർത്ഥനയാണ്. നിങ്ങളും ഞാനും ഒക്കെ ദുആ ചെയ്യുന്നവരാണ്. എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളെ കാര്യം ഞാൻ ഇവിടെ നിന്ന് പറയാം. നിങ്ങൾ ആമീൻ പറയുക, ആരുടെ ആമീനാണല്ലോ സ്വീകരിക്കാന്ന് പറയാൻ പറ്റൂല. ആ സമയത്ത് പിടക്കുന്ന ഹൃദയത്തോട് ഒലിക്കുന്ന കണ്ണീരോടുകൂടെ ആമീൻ പറഞ്ഞാൽ നമുക്കൊക്കെ ഉത്തരം കിട്ടും. അതുകൊണ്ട് പരസ്പരം ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ശ്രദ്ധിക്കണ്ട. ഇത് ഞാനും എൻ്റെ അള്ളാഹും തമ്മിലുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശരിക്ക് മലയാളത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അത് ശരിക്ക് ഗ്രഹിച്ചുകൊണ്ട് തന്നെ, ശരിക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് തന്നെ ആമീൻ പറയാം. ആമീൻ ശ്രദ്ധയോട് കൂടെ കൂട്ടിരുന്ന് കണ്ട് അതിൻ്റെ വീര്യം എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ കണക്കൂട്ടിയിട്ട് അതിനനുസരിച്ചിട്ട് ആമീൻ പറയുക.
അപ്പോൾ അതിന് പെട്ടെന്ന് ഉത്തരം നൽകും. ഇത് ഇൽമിൻ്റെ മജ്‌ലിസാണ്, സ്വർഗമാണെന്ന് ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലെ പൂന്തോട്ടമാണെന്ന് ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് ഹബീബിൻ്റെ ഉമ്മത്തീങ്ങളാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരുമാണ്, സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണവശാലും ചോദിക്കാൻ പോകുന്ന തട്ടി മാറ്റൂല. പല ആൾക്കാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിസ്റ്റ് വായിച്ചിട്ടുണ്ട്. പണം തന്നപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വിവാഹക്കാരും ശരിയാവാൻ വേണ്ടിയിട്ടും അസുഖത്തിന് ശമനം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥന കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അതിലുപരി നിങ്ങളോട് ചെറുപ്പം മുതൽ നിലകൃതമായ സാഹചര്യം വരെ ദുആ ചെയ്യാൻ പറഞ്ഞവരൊക്കെ നിങ്ങളൊന്ന് സ്മരിക്കുക, അവരെ ഒന്ന് ഓർക്കുക. അതിലൂടെ അവർക്കും കിട്ടട്ടെ ഒരു മോചനം. നമുക്കൊക്കെ ആരൊക്കെ ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ആരെയും മറക്കാതെ, അവരുടെ പേരും അഡ്രസ്സും ഒന്നും മറക്കാതെ അള്ളാഹ്ക്ക് അറിയാം. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളെ എന്ന് മാത്രം മനസ്സിൽ ഓർത്താൽ അവരുടെ കാര്യം അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തോളും. ഏതായിരുന്നാലും നീയത്തെ ശരിയാക്കി ഇഖ്ലാസ് ഉളകൃതമാക്കി നിങ്ങൾ ആമീൻ പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ വെക്കാൻ പോകുന്ന ഉപാധികളൊക്കെ കാലതാമസമില്ലാതെ പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുആയുടെ ഹുഷൂറിന് വേണ്ടിയിട്ട് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണം. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് പല പരിപാടികളിൽ നിന്നും അദ്ദേഹത്തിന് ഇതര ദഅവത്ത് അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മൂപ്പരെ വിരൽ തുമ്പിലൂടെയാണ് ദഅവത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആലിമ്യങ്ങളുടെയും ഒരുപാട് സാദാത്യങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നതൊക്കെ വിരൽ തുമ്പിലൂടെ ലോകത്തെമ്പാടും അറിയിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന് ഉടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ലൈറ്റുകൾ ഫുൾ ഓഫാക്കുക. അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടെ ഓഫാക്കുകയാണ്. ഒരു ഹുശൂവിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് നാം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഏറ്റവും മനസ്സിലാക്കി തീർക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്തുകൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുൻപായിട്ട് സാധാരണ നമ്മൾ എപ്പോഴും ഉസ്താദന്മാർക്ക് ഇനിയിപ്പോൾ ഒരു ചെലവിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ നമ്മൾ ഉസ്താദന്മാർ ചെലവിന് വരികയാണെങ്കിലും പാത്രങ്ങൾ കഴുകി വെച്ചതാണെങ്കിൽ പോലും സാധാരണ അടുക്കളയിലേക്ക് ഒന്ന് വിളിച്ച് പറയും, മോളെ ഉസ്താദന്മാർ വരണ്ട, ആ പാത്രം ഒന്ന് വെള്ളത്തിലൊന്ന് ഒലിമ്പി ഇങ്ങോട്ട് എടുത്തേക്ക്. കഴുകി വെച്ച പാത്രമാണെങ്കിൽ പോലും അത് വെള്ളത്തിലൊന്നങ്ങോട്ട് ഒലിമ്പിയിട്ടാണ് എടുക്കാറുള്ളത്. എന്നതുപോലെ നമ്മൾ സ്വർഗ്ഗ പൂന്തോപ്പിലാണ് ഇരിക്കുന്നത്. എന്നാലും അതപ്പം എന്തെങ്കിലുമൊക്കെ പൊടികളോ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതുമ്പാടെ ഒന്നങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു 11 പ്രാവശ്യം ഒരു ഇസ്തിഗ്ഫാർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്, പടച്ചവനെ നീ ഒരുപാട് നിഅമത്തുകൾ ചൊരിഞ്ഞു തന്നപ്പോഴും നിനക്ക് എതിരാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഇതുവരെ ഞങ്ങളുടെ കാഴ്ചശക്തി നീ തിരിച്ചെടുത്തിട്ടില്ല, ഞങ്ങളുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ നീ വിച്ഛേദിച്ചിട്ടില്ല റബ്ബേ. എന്നിട്ടും നിനക്ക് നിരക്കാത്തതാണ് ഞങ്ങൾ ചെയ്തു പോയത്, നിന്നോട് അതിക്രമമാണ് ഞങ്ങൾ ചെയ്തു പോയത്. അല്ലാഹുവേ, ഇത് സദസ്സിൽ വെച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ പാപമോചനം തേടുകയാണ്. നീ ഞങ്ങൾക്കത് പുറത്തു തരണേ അല്ലാഹ്. ആമീൻ. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അഷ്റഫി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതിൻ്റെ മിസ്ല സവാബിനൊക്കെ ഇവിടെ ചെയ്ത ദാനധർമ്മങ്ങളുടെയൊക്കെ പ്രതിഫലത്തെ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വർഗ്ഗ പൂന്തോപ്പിൽ ജന്നാത്തിൽ ഫിർദൗസിൽ തന്നെ അള്ളാഹു അണപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തോട് കൂടെ നാളെ നമ്മളെയും അള്ളാഹു അവിടുത്തെ
ആ ഒരു നിർകളഭമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹു സമാധാനവും എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ കൂടെ ഓതിയിട്ട് നമുക്ക് ദുആർക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين آمين. الحمد لله على كل حال حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم إنا نسألك يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم وإنا نسألك بحق حبيبنا وشفيعنا ومنجينا وهادينا ومصطفانا محمد صلى الله عليه وسلم وبحق أصحاب البدريين واللحديين والحنينيين والحديبيين والخندقيين والخيبريين والتبوقيين والكربليين وسائر الصحابة والكرامة كلهم أجمعين. وبحق مشايخنا مشايخ سلسلة القادرية ورفاعية وسهروردية والحمدانية والشاذلية والشطوارية ونقشبندية والكبروية والجستية الصابرية كلهم أجمعين. وبحق أنبياء الله تعالى كلهم أجمعين. وبحق أهل بيت رسول الله صلى الله عليه وسلم كلهم أجمعين. وبحق أولياء الله تعالى من مشارق الأرض إلى مغاربها ذكرا وأنثى جنا وإنسا حيا وميتا صغيرا وكبيرا كلهم أجمعين. وبحق سائر العلماء والشهداء والزهاد والصديقين والصالحين. أرحم الرحمن يا രാജാതി രാജനായ അല്ലാഹ് ഈ പരിശുദ്ധമായ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സിൽ പറഞ്ഞതായ ദീനി വൈജ്ഞാനികങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടെ വെച്ച് ചൊല്ലിയതായ ഇസ്തിഗ്ഫാറുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഇവിടെ ചെയ്തതായ ദാനധർമ്മങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്നോട് ചെയ്യുന്നതായ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ എല്ലാം നീ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ആ പൂമേനി അല്ലാഹ്, ഞങ്ങളെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ആ പൂമുഖം ജീവിതകാലത്ത് ഒരു നോക്ക് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകിയിട്ടില്ല അല്ലാഹ്. പടച്ചവനെ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളുടെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ആ പൂമേനി ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ആ പൂമുഖം ഞങ്ങളെ സ്വപ്നത്തിലെങ്കിലും നീ ഒന്ന് ദർശിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് വല്ലാത്ത അഭിലാഷമാണ്. ഞങ്ങളുടെ അഭിലാഷം നീ പൂവണിപ്പിച്ചു തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഹബീബിനെ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കില്ല അല്ലാഹ്. നീ തന്ന ഞങ്ങളെ റൂഹിനെ നീ തിരിച്ചെടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഹബീബിന്റെ റൗളയിലൊന്ന് പോകാൻ, അവിടത്തോടൊന്ന് സലാം പറയാൻ, അവിടെ പോയിന്ന് സായൂജ്യമടയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ഭവനമായ കഅബ ശരീഫ് അത് ഞങ്ങൾക്കൊന്ന് കൺകുളിർക്ക് കാണിച്ചു തരണേ അല്ലാ. ആ പരിശുദ്ധ കഅബ നീ ഒന്ന് തവാഫ് ചെയ്യിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാൻ, അല്ലാഹുവേ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നിന്നോട് ഏറ്റു പറയാൻ, പാപമോചനം തേടാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ മുത്തി മണപ്പിക്കണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നീ നിർവഹിപ്പിക്കണേ അല്ലാ. ആ കർമ്മം ചെയ്യാത്തവനായി ഞങ്ങളെ റൂഹിനെ നീ എടുക്കല്ലേ അല്ലാ. പടച്ചവനെ അത്തരത്തിൽ പെടാത്തവനായി ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ആ ഹതഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ആരെ നീ ഉൾക്കൊള്ളിക്കല്ലേ തമ്പുരാനെ. ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയവരാണ്. അനേകം ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി വന്ന് സംഭവിച്ചു പോയവരാ. അല്ലാഹുവേ അടിയങ്ങൾ നിന്നോട് ഏറ്റു പറയുകയാണ്, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ദോഷത്തിന്റെ കറ നീ ഒഴിവാക്കണേ അല്ലാ. നാളെ ഞങ്ങൾ മരിച്ചു പോകുമ്പോ തമ്പുരാനെ ദോഷക്കാരനായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ എല്ലാം നീ പൊറുത്തു തരണേ അല്ലാ. ദോഷങ്ങളെല്ലാം കഴുകി ശുദ്ധിയാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ദോഷക്കാരനായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ നാളെ ഞങ്ങൾ ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോ നിന്റെ പരിപൂർണ മുത്തഖിയാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. നിന്റെ കലിമ ഞങ്ങളെ കൊണ്ട് നീ ഉച്ചരിപ്പിക്കണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് കാണിക്കണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് പുഞ്ചിരി തൂകി തന്നെ നീ മരിപ്പിക്കണേ അല്ലാ. അത്തരത്തിൽ പെടാത്ത മരണം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ ദോഷങ്ങൾ ചെയ്തു പോയവരാണ്. എല്ലാം ഇബ്ലീസിന്റെ കെണിയിൽ പെട്ടുകൊണ്ട് വന്ന് സംഭവിച്ചു പോയി അല്ലാ. എല്ലാം നിന്നോട് ഏറ്റു പറയുകയാണ്. അല്ലാഹുവേ അടിയങ്ങളെ ദോഷങ്ങളെ നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പാപഭംഗിരമായ ജീവിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ നീ പരീക്ഷിക്കില്ല അല്ലാ. ഞങ്ങളെ നീ കൈവടിയല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളെ ദോഷങ്ങളെ നീ കണക്കിലെടുക്കല്ലേ അല്ലാ. അത് കാരണമായി ഞങ്ങളെ ദുആ നീ സ്വീകരിക്കാതിരിക്കല്ലേ അല്ലാ. നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നീ ഉത്തരം തരണേ അല്ലാ. കാലതാമസമില്ലാതെ ഉത്തരം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നുണ്ട് അല്ലാ. രോഗം കൊടുക്കുന്നവൻ നീയാണ് അല്ലാ. അത് ശിഫിയാക്കാൻ കഴിവുള്ളതും നിനക്കാണ്. നീയാണ് ഷാഫി അല്ലാ. നീയാണ് കാഫി അല്ലാ. അല്ലാഹുവേ മാറാവ്യാധി അസുഖങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ. എയ്ഡ്സിനെ ഞങ്ങൾക്ക് നീ തരില്ല അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നീ തരില്ല അല്ലാ. ബ്രെയിൻ ട്യൂമർ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഡയാലിസിസ് ചെയ്യേണ്ടതായ ബ്ലഡ് ക്യാൻസർ തരല്ലേ അല്ലാ. ഇന്ന് കാലാവസ്ഥ ഞങ്ങൾക്ക് പ്രതികൂലമാണ്. പകർച്ചവ്യാധികളേറെ നടക്കുന്ന കാലഘട്ടമാ തമ്പുരാനെ. റബ്ബേ ഞങ്ങളെ നീ പരീക്ഷിക്കില്ല അല്ലാ. ഞങ്ങളെ നീ കൈവെടിയില്ല അല്ലാ. അല്ലാഹുവേ ഒരു കാരണവശാലും മറ്റൊരുത്തൻ കണ്ടാൽ വെറുക്കുന്ന രോഗം തരില്ല അല്ലാ. മറ്റൊരുത്തൻ കണ്ടാൽ അറപ്പാടെന്ന് പറയുന്ന രോഗവും തരില്ല അല്ലാ. ഓപ്പറേഷൻ ചെയ്യേണ്ട ഗതികേട് വരുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ പരീക്ഷിക്കില്ല അല്ലാ. ഞങ്ങൾക്കൊരു പല്ലുവേദന വന്നാൽ, ഒരു ചെവി വേദന വന്നാൽ പോലും സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് സഹനശക്തി ഇല്ല അല്ലാ. വേദനാജനകമായ സഹിക്കാൻ കഴിയാത്തതായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരില്ല അല്ലാ. ഞങ്ങളെ കൈവെടിയില്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടക്കാര് ഒരുപാട് പേര് ആശുപത്രികളിൽ അഡ്മിറ്റിലാ തമ്പുരാനെ.
പെട്ടെന്ന് നീ ശമനം കൊടുക്കണേ അല്ലാ. സന്തോഷത്തോടു കൂടെ കുടുംബങ്ങൾ വന്നു ചേരാൻ അല്ലാഹുവേ നീ സഹായം ചൊരിയണേ അല്ലാ. നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളെ സഹായമില്ല അല്ലാ. കാലതാമസമില്ലാതെ നീ സഹായിക്കണേ അല്ലാ. ഡോക്ടർമാർ ഓപ്പറേഷന് വിധി എഴുതുന്നതായ രോഗം ഞങ്ങൾക്ക് നീ തരില്ല അല്ലാ. കീറിപ്പൊളിക്കേണ്ട മുഴകൾ തരില്ല അല്ലാ. പടച്ചവനെ കൈവേദന, കാലുവേദന, ഊരവേദന പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാ. നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്ത അല്ലാഹുവേ, നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്ത ഉപ്പമാരും ഉമ്മമാരുണ്ട് അല്ലാ. നീ കൈവെടിയില്ല അല്ലാ. റബ്ബേ നീ ആരോഗ്യം കൊടുക്കണേ തമ്പുരാനെ. പരിപൂർണമായി ശിഫ നീ കൊടുക്കണേ അല്ലാ. റബ്ബേ എല്ലാ രോഗങ്ങളും തന്നത് നീയാണ്. ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഈ മുഅ്മിനീങ്ങളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് നീ പെട്ടെന്ന് ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. നിന്റെ പരീക്ഷണത്തിന് വിജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല അല്ലാ. ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ. അല്ലാഹുവേ മനസ്സിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് ആരോടും പറയാൻ പറ്റാതെ മനസ്സിൽ വിതുമ്പി കഴിയുന്ന കൂട്ടരി മജ്‌ലിസിലുണ്ട് അല്ലാ. അല്ലാഹുവേ മനസ്സിന്റെ പ്രയാസങ്ങള്, മനസ്സിന്റെ ക്ലേശതകളെ നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ സമാധാനം കൊടുക്കണേ അല്ലാ. മനസ്സിന്റെ സമനില നീ തെറ്റിപ്പിക്കല്ല അല്ലാ. മാനസിക രോഗം വരുത്താതെ കാക്കണേ അല്ലാ. മാനസികത്തിന് മരുന്ന് കഴിക്കേണ്ട ഗതികേട് വരുത്തില്ല അല്ലാ. ചങ്ങലയിൽ ബന്ധിക്കപ്പെടേണ്ട ഭ്രാന്തെന്ന മുദ്ര കുത്തുന്നതായ രോഗം ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. മാനസികത്തിന് മരുന്ന് കഴിക്കേണ്ട ഗതികേട് വരുത്തില്ല അല്ലാ. മുൻകോപം അടക്കി നിർത്തണേ അല്ലാ. കോപത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഇബ്ലീസിന്റെ കെണിയിൽ പെട്ടുകൊണ്ടുള്ളതായ കൂട്ടുകെട്ടിനെ തൊട്ട് ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ ഉപ്പമാര് ഉമ്മമാര്, ഞങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാർ, ഞങ്ങളെ ശിഷ്യന്മാരല്ലാ, അവരെ നീ കാത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഇന്ന് അവിഹിത ബന്ധങ്ങളേറെ നടക്കുന്ന കാലമാണ്. ഇന്ന് ഒളിച്ചോട്ടങ്ങളേറെ നടക്കുന്ന കാലഘട്ടമാ തമ്പുരാനെ. ഞങ്ങളെ നീ വഷളാക്കല്ല അല്ലാ. ഞങ്ങൾക്ക് പേരുദോഷം കേൾപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ ഭാര്യ ഞങ്ങൾക്ക് പേരുദോഷം വരുത്തിയാൽ ഞങ്ങൾക്ക് അപമാനമാണ് അല്ലാ. നീ കാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ഉപ്പ, ഞങ്ങളെ പെങ്ങന്മാർ, ഞങ്ങളെ ഭാര്യമാർ, ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ. ഒളിച്ചോട്ടങ്ങളേറെ കടക്കുമെന്നാണ് അല്ലാഹുവേ. ഞങ്ങളെ ഈ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഒരിക്കലും അപമാനിതരായി ജീവിക്കേണ്ട ഗതികേട് നീ വരുത്തരുതേ അല്ലാ. ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. ഇബ്ലീസിന്റെ കണിയിൽ പെടുത്തില്ല അല്ലാ. ഇബ്ലീസിന്റെ വഴി പിഴച്ച കൂട്ടുകെട്ടിലും പെടുത്തില്ല അല്ലാ. റബ്ബേ ഇബ്ലീസിന്റെ കണിയിൽ പെട്ടുകൊണ്ടുള്ളതായ ദുഷിച്ച പ്രവർത്തനങ്ങൾ, അവകളെ തൊട്ട് ഞങ്ങളെ കണ്ണിനെയും ഞങ്ങളെ കാതിനെയും നാവിനെയും നീ കാക്കണേ അല്ലാ. ദുഷിച്ച ചിന്തകളെ തൊട്ട് ഞങ്ങളെ ഹൃദയങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയത്തിലുള്ള കറകള്, പുകകള്, മാലിന്യങ്ങള് എല്ലാം നീ തുടച്ച് നീക്കം ചെയ്യണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളെ കിബറിനെ ഒഴിവാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹൃദയത്തിലേക്ക് നിന്റെ മഅരിഫത്തിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. നിന്റെ തവാളുനെ നീ നിറച്ചു തരണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിന്റെ ഓരോ അവയവത്തെയും അല്ലാഹുവേ നീ വിലക്കപ്പെട്ടതായ പ്രവർത്തനങ്ങളെ തൊട്ട് വിച്ഛേദിക്കണേ അല്ലാ. അല്ലാഹുവേ അവയവങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ മഹത്തായ സദസ്സിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ സാമ്പത്തികമായ പ്രയാസങ്ങളാൽ ജീവിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാ. റബ്ബേ കടബാധിതരിൽ ഇവരെ പെടുത്തില്ല അല്ലാ. കടം കൊണ്ട് വലഞ്ഞ വിഭാഗത്തിൽ പെടുത്തല്ലേ അല്ലാ. പലിശയുമായി ബന്ധപ്പെടേണ്ട ഗതികേടുകൾ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പലിശയുമായി ബന്ധപ്പെട്ട ഗതികേടുകൾ പെട്ടുപോയവരാണ് നീ സംരക്ഷിക്കണേ അല്ലാ.
അതിൽ നിന്നും നീ മോചിപ്പിക്കണേ അല്ലാ. റബ്ബേ, സമ്പത്തിന് വേണ്ടി മറ്റൊരുത്തന്റെ മുമ്പിൽ യാചിച്ചുകൊണ്ട് കൈനീട്ടേണ്ട ഗതികേട് നീ വരുത്തില്ല അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ പോറ്റാൻ ആവശ്യമായ ഹലാലായ സമ്പാദം നീ മരണം വരെ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അല്ലാഹുവേ, ഒരു വീട് വെച്ച് കാണാൻ, അതല്ലെങ്കിൽ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്ന കുറെ പേര് ഈ കൂട്ടത്തിലുണ്ട് അല്ലാ. നീ അത് ഏറ്റെടുക്കണേ അല്ലാ. അത് നീ പൂർത്തിയാക്കി കൊടുത്തവർക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ലോൺ എടുത്തുകൊണ്ട് വീട് പണി പൂർത്തിയാക്കേണ്ട, ലോൺ എടുത്തുകൊണ്ട് മക്കളെ കെട്ടിക്കേണ്ട, ലോൺ എടുത്തുകൊണ്ട് വാഹനം വാങ്ങേണ്ട, ലോൺ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യേണ്ട, ലോൺ എടുത്തുകൊണ്ട് മക്കളെ പഠിപ്പിക്കേണ്ട ഒരു ഗതികേടും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. പലിശമായി ഞങ്ങളെ നീ ബന്ധപ്പെടിപ്പിക്കല്ലേ അല്ലാ. നിന്റെ ശാപമാണ് പലിശ, നിന്റെ ശാപമാ തമ്പുരാനെ. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ കൈവടിയില്ല അല്ലാ. നിന്റെ സംരക്ഷണമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു സംരക്ഷണമില്ല അല്ലാ. നിന്റെ റഹ്മത്തില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലാ. നിന്റെ റഹ്മത്തിനാ ഞങ്ങളെ ആവരണം ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുപാട് വിവാഹപ്രായമെത്തിയ സഹോദര സഹോദരിമാരുണ്ട് അല്ലാ. അനുയോജ്യരായ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരെ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരിൽ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ, വിവാഹം കഴിഞ്ഞിട്ടേറെ കാലമായി കുടുംബജീവിതം റാഹത്തിലല്ലാതെ പോകുന്ന കുടുംബങ്ങൾ ഈ സദസ്സിലുണ്ടല്ലാ. അതല്ലെങ്കിൽ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട് അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വശപ്പിശക്കാണ്, തമ്മിൽ വല്ലാത്ത സംശയമാ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ ബന്ധം നീ ദൃഢപ്പെടുത്തണേ അല്ലാ. അവരെ സ്നേഹം നീ കൂട്ടി ഉറപ്പിക്കണേ അല്ലാ. ത്വലാഖിന്റെ വക്കിലെത്താതെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞിട്ട് ഏറെക്കാലമായി മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ഉണ്ട് അല്ലാ. റബ്ബേ, നീ കൂടുതൽ കാലം പരീക്ഷിക്കല്ലേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്ന വല്ലാത്തൊരു വേദനയാണ് റബ്ബേ. നീ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെയും കൊടുക്കണേ അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നീ കൊടുക്കണേ അല്ലാ. നീ നൽകിയതാ ഞങ്ങളെ മക്കളെ നീ ആലിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. അവരെ കൊണ്ട് നാടിനും വീടിനും സമുദായത്തിനും നല്ല പേര് സിദ്ധിക്കുന്ന യഥാർത്ഥ മക്കളിൽ പെടുത്തണേ അല്ലാ. അതിലൂടെ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ നീ സഹായിക്കണേ അല്ലാ. അവരെ കൊണ്ട് ചീത്ത പേര് വാങ്ങേണ്ട ഗതികേട്, അപമാനിതരായി നടക്കേണ്ട ഗതികേട് റബ്ബേ ഞങ്ങൾക്ക് നീ തരില്ല അല്ലാ. ഞങ്ങൾക്ക് ആർക്കും അത്തരത്തിലുള്ളതായ ദുർവിധി നീ വിധിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുപാട് പേര് പലവിധ മുറാദുകളും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുന്നതല്ലാ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലേക്ക് സാമ്പത്തികമായ സഹായിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, 1 രൂപയാണെങ്കിൽ പോലും ഇതിലേക്ക് സംഭാവനകൾ അർപ്പിച്ചവരുടെ എല്ലാവരും സമ്പത്തിന് നീ വർധന ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാ സദസ്സുകളും സ്മരിക്കുന്നത് പ്രവാസികളെയാണ്. ഞങ്ങളെ കൂട്ടക്കാരുന്ന പല വ്യക്തികളും നീ പ്രവാസികളാ തമ്പുരാനെ. ഈ നാട്ടിൽ നിന്നും പല ആൾക്കാരും പ്രവാസികളാണ്. അല്ലാഹുവേ, പ്രവാസികളുടെ പ്രയാസങ്ങളെ നീ ലഘൂകരിച്ചവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. പ്രവാസികളുടെ എല്ലാ പ്രയാസങ്ങളും നീ ഒഴിവാക്കണേ അല്ലാ. അവരുടെ തനാസുൽ പരമായോ വകാല പരമായോ എല്ലാ ബുദ്ധിമുട്ടുകൾ പരമായോ ഉള്ള വിഷമങ്ങളെ നീ ദൂരീകരിക്കണേ അല്ലാ. ശമ്പളത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. അവർക്ക് സമാധാനവും ആരോഗ്യവും നീ കൊടുക്കണേ അല്ലാ. അവരെ ഭാര്യമാർക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് എണ്ണി ചോദിക്കാനുണ്ട്. എല്ലാവരുടെയും ഹൃദയങ്ങൾ അറിയുന്ന രാജാതി രാജനായ അല്ലാ,
എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. ദുആക്ക് ഉത്തരം തരണേ അല്ലാ. പടച്ചവനെ മഹത്തായ സംരംഭത്തിന്റെ കമ്മിറ്റിക്കാർക്ക് ഐശ്വര്യം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉള്ള സംഘടനയുള്ള യുവാക്കള് പ്രവർത്തകന്മാർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഇവിടെയുള്ള എൻ്റെ ഉപ്പമാര് ഉമ്മമാര് അല്ലാ, ഇത് ശ്രവിക്കാൻ വന്ന ഈ നല്ലവരായ നാട്ടുകാര് എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എൻ്റെ കൂടെ വന്നതായ റിൻഷാദ് അൻവർ ഉസ്താദ്, അല്ലാഹുവേ എൻ്റെ അൻസാർ മുസ്ലിയാർ, എൻ്റെ കൂടെ വന്ന എൻ്റെ ആസിഫ് തങ്ങളല്ലാ, എൻ്റെ മുസ്തഫ കാക്ക യാ ഇലാഹന, ഇവിടെ ഇരിക്കുന്നതായ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് നൂറുദ്ദീൻ തങ്ങള്, എൻ്റെ ഇബ്രാഹിം ഉസ്താദിനും യാ ഇലാഹന നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നീ നിഅമത്ത് ചൊരിയണേ അല്ലാ, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇവിടെയുള്ള ആലിമീങ്ങളെ നീ ഉയർത്തണേ തമ്പുരാനെ. എൻ്റെ അഭിമന്യരായ സുഹൃത്ത് ജലീൽ റഹ്മാൻ ഉസ്താദ്, അല്ലാഹുവേ ഇവിടെയുള്ള ആലിമീങ്ങള് എല്ലാവരും ഉഖ്റവിയായ പണ്ഡിതരിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നാഫിയായ ഇൽമ നീ നൽകണേ അല്ലാ. റബ്ബേ ഇനി നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാൻ, ഞങ്ങളെ പെറ്റ് വളർത്തി ഉണ്ടാക്കിയതായി ഞങ്ങളെ പുന്നാര ഉമ്മാക്ക് വേണ്ടിയാണ് അല്ലാ. ഒരുപാട് കാലം ഗർഭം ചുമന്നതായി ഞങ്ങളെ പുന്നാര ഉമ്മ, അല്ലാഹുവേ എല്ലാതും സഹിച്ചുകൊണ്ട് ഞങ്ങളെ പെറ്റ് വളർത്തിയതായ ഉമ്മാക്ക് അല്ലാ. അല്ലാഹുവേ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ഞങ്ങളെ ഹബീബ് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ. ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ പുന്നാര ഉപ്പ ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ വളർത്തി വലുതാക്കിയതായ ഞങ്ങളെ പുന്നാര ഉപ്പാക്ക് അല്ലാ നീ കരുണ ചെയ്യണേ അല്ലാ. ആ മാതാപിതാക്കളുടെ പൊരുത്തം നിന്റെ പൊരുത്തത്തിലാണെന്ന് നീ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലാ. റബ്ബേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അവരോട് ചെയ്യുന്ന പോലും പറയരുതേ എന്ന് നീ താക്കീത് നൽകിയവനാ റബ്ബേ. ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങളെ മാതാപിതാക്കളോട് ഞങ്ങൾ വല്ല വിവേകവും കാണിച്ചു പോയെങ്കിൽ നീ മാപ്പ് തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് കുരുത്തക്കേടായി ഞങ്ങളെന്ന് വല്ല പ്രവർത്തനങ്ങളോ വാക്കുകളോ അവർക്ക് സഹിക്കാൻ പറ്റാത്തത് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ മാപ്പ് തരണേ അല്ലാ. ഞങ്ങൾ ഉപ്പാനെ ഉമ്മാനോക്കുന്നേ പൊരുത്തം തരണേ അല്ലാ. അവരെ കുരുത്തക്കേട് ഞങ്ങൾക്ക് തരില്ല അല്ലാ. അവരെ കുരുത്തക്കേട് വാങ്ങുന്ന ദുർമക്കളിൽ പെടുത്തില്ല അല്ലാ. ഉമ്മയില്ലെങ്കിൽ ഞങ്ങളില്ല അല്ലാ, ഉപ്പയില്ലെങ്കിൽ ഇന്ന് ഞങ്ങളില്ല അല്ലാ. അവർക്ക് നീ കരുണ ചെയ്യണേ അല്ലാ. റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവർക്ക് പകരം കൊടുക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല റബ്ബേ. നിന്നോട് ചോദിക്കുന്നതായി ദുആയില്ലാതെ ഒന്നുമില്ല അല്ലാ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. റബ്ബേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെന്നും ആരുടെങ്കിലും മാതാപിതാക്കള് മരിച്ചു പോയവരാണെങ്കിൽ നീ ഖബറുടെ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ ഖബറിലേക്ക് നീ അനുഗ്രഹം ചൊരിയണേ അല്ലാ. നീ ഖബറിൽ നിന്റെ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവരെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ ഒരു സാധുക്കളാണ് അല്ലാ. റബ്ബേ ഒന്നും അറിയാത്തവരാണ് റബ്ബേ. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ അവരിലൂടെ ഞങ്ങളെ നീ സ്വർഗത്തിലാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളും പല ആൾക്കാരും മരിച്ചെന്നാറൊരു മണ്ണിന്റെ കീഴിലാണ്. വിശിഷ്ട ഇന്ന് പരിപാടി സംഘടിക്കാൻ കാരണക്കാരനായി ഇബ്രാഹിം അഷ്റഫി ഉസ്താദ് റബ്ബേ ഞങ്ങളും വിട പറഞ്ഞിട്ട് നാളുകളായി മാസങ്ങളായി അല്ലാഹുവേ വർഷങ്ങളായി തമ്പുരാനെ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ മർഹമത്ത് കൊടുക്കണേ അല്ലാ. നിന്റെ സ്വർഗീയ കവാടങ്ങളെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗീയ ഭക്ഷണ പാനീയ വിരുപ്പ് നീ കൊടുക്കണേ അല്ലാ. റബ്ബേ നാളെ ഞങ്ങളും മരിച്ചു പോകേണ്ടവരാണ്.
അത് ഓർക്കുമ്പോ തന്നെ വല്ലാത്ത വേദനയാ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ ഞങ്ങളും വിട പറഞ്ഞു പോകേണ്ടവരാ. അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാ. പെടുന്നതിനുള്ള മരണത്തിന് ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഗതികേടിനും പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, നാളെ ഞങ്ങൾക്ക് നീ നൽകിയതായ അനുഗ്രഹങ്ങളെ നീ പിടിച്ചു വെക്കില്ല അല്ലാ. നീ തന്നെ ഞങ്ങളുടെ കണ്ണിനെ നീ തിരിച്ചെടുക്കല്ല അല്ലാ. നീ നൽകിയ ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തെ നീ തിരിച്ചെടുക്കല്ല അല്ലാ. റബ്ബേ, ഞങ്ങളെ കഷ്ടവും മൂത്രവും തമ്പുരാനെ മറ്റൊരുത്തൻ കൊണ്ടുപോയി ഒഴിവാക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. അങ്ങനെ കിടപ്പിലായാൽ റബ്ബേ, മരണം വരും. അങ്ങനെ ഞങ്ങൾ കിടപ്പിലായാൽ ഇന്ന് ഞങ്ങളെ സ്നേഹിക്കാൻ ഭാര്യയുണ്ട് അല്ലാ. ഞങ്ങളെ മക്കളുണ്ട് അല്ലാ. ഞങ്ങളെ കൂട്ടമുണ്ട്, കുടുംബമുണ്ട്. യാ ഇലാന, അവര് നാളെ ഞങ്ങളെ തള്ളി പറയുമല്ലോ അല്ലാ. ഇന്ന് ഞങ്ങളെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ നാവ് കൊണ്ട് നാളെ ഞങ്ങളെ വെറുപ്പാണെന്ന് പറയുന്നത് കേൾപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ അറപ്പാണ് എന്ന് പറയുന്നത് നീ കേൾപ്പിക്കില്ല അല്ലാ. റബ്ബേ, ഇന്ന് മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത കാലഘട്ടമാണ്. ഞങ്ങളെ തള്ളി പറയുന്നത് ഞങ്ങളെ ചെവിയിൽ കേൾപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ കൈവെടിയല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കാതെ ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ. റബ്ബേ, നാളെ ഞങ്ങൾ മരണശയ്യയിൽ കിടക്കുമ്പോ അല്ലാ, ഞങ്ങൾക്ക് ആരും വേണ്ടാത്തവനായി, ആർക്കും വേണ്ടാത്തവനായി ഞങ്ങളെ നീ മാറ്റല്ല അല്ലാ. ഞങ്ങളെ ഭാര്യക്ക് ഞങ്ങളെ വേണ്ടാത്തവനാക്കില്ല അല്ലാ. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ വേണ്ടാത്തവനാക്കില്ല അല്ലാ. ഞങ്ങളെ കുടുംബങ്ങൾക്ക് ഞങ്ങളെ നീ വേണ്ടാത്തവനാക്കില്ല അല്ലാ. റബ്ബേ, ഞങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഭാരമായാൽ, ഞങ്ങൾ ആർക്കെങ്കിലും ഒരു ഭാരമായാൽ അല്ലാ, ഈ ഭൂമിക്കൊരു ഭാരമായാൽ അല്ലാ, ഒരു സെക്കൻഡ് പോലും റബ്ബേ ഞങ്ങളെ ഇവിടെ ജീവിപ്പിക്കല്ലേ അല്ലാ. അങ്ങനെ ഒരു സന്ദർഭം ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങളെ റൂഹിനെ നീ എടുക്കണേ അല്ലാ. ഞങ്ങളെ റൂഹിനെ നീ തിരിച്ചെടുക്കണേ അല്ലാ. ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രക്ഷകനില്ല അല്ലാഹുവേ. നീയാണ് ഞങ്ങളെ രക്ഷകൻ അല്ലാ. നീയാണ് ഞങ്ങളെ സംരക്ഷകൻ അല്ലാ. അത്തരത്തിലൊരു ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ വിധിക്കല്ലേ അല്ലാ. റബ്ബേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണേ അല്ലാ. നാളെ ഞങ്ങളുടെ റൂഹ് വിട പറഞ്ഞാൽ തമ്പുരാനെ, ഞങ്ങളെ പേര് മയ്യത്താണ് അല്ലാ. ഞങ്ങളെ പേര് മയ്യത്താണ്. ഞങ്ങളെ മയ്യത്ത് വീട്ടിൽ കിടത്തുന്ന രംഗം ഞങ്ങൾ ഓർക്കുന്നു അല്ലാ. വെള്ളത്തുണിൽ കെട്ടിപ്പൊതിഞ്ഞതായ ഞങ്ങളുടെ മയ്യത്തിനെ കിടത്തിയിരിക്കുന്നതായ ഞങ്ങളുടെ ദൃശ്യം ഞങ്ങൾ ഓർക്കുന്നു അല്ലാ. വല്ലാതെ വേവലാതിയാണ് അല്ലാ. വല്ലാതെ ഭയമാണ് അല്ലാ. നാളെ അത്രത്തിൽ കിടക്കുന്ന രംഗം ഞങ്ങൾ സ്വയം ഒന്ന് ഓർക്കുകയാ തമ്പുരാനെ. നീയാണ് ഞങ്ങൾക്ക് തുണ അല്ലാ. ഞങ്ങളെ കുടുംബക്കാർ വന്നുകൊണ്ട് ഞങ്ങളെ മയ്യത്തിന് ഒരു നോക്ക് കണ്ടുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോ റബ്ബേ, ഞങ്ങളെ മയ്യത്തിനെ കുളിപ്പിക്കുകയാ, ഞങ്ങളെ മയ്യത്തിനെ കഫൻ ചെയ്യുകയാണ്. 6 കാലുള്ളതായ കട്ടിലിൽ കിടത്തിക്കൊണ്ട് ഞങ്ങളെ മയ്യത്തിനെ ചുമന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുകയാ. ആ ദൃശ്യം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളെ കണ്ണിനകത്ത് ഞങ്ങൾ മരിച്ച ദൃശ്യമാ തമ്പുരാനെ. ഞങ്ങളെ കൂടെ ഉറ്റവരും മൂടിയവരുമുണ്ട് അല്ലാ. തഹ്ലീലോദിക്കൊണ്ട് കൊണ്ടുപോകുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ. അവസാനമായി ഞങ്ങളെ ഖബറിലേക്ക് ഞങ്ങളെ മയ്യത്തിനെ ഇറക്കി വെക്കുന്ന ദൃശ്യം ഓർക്കുന്നു അല്ലാ. ഞങ്ങളെ ഉറ്റവരും മൂടിയവരും 3 പിടി മണ്ണ് വാരിയിടുകയാണ്. ഞങ്ങളൊക്കെ മയ്യത്തിന്റെ മേലിൽ മീസാൻ കല്ല് വെച്ചുകൊണ്ട് അല്ലാ ഖബർ കൂട്ടപ്പെടുകയാ. തൽക്കീൻ ഓതുകയാണ്, തസ്ബീഹ് ഓതുകയാണ്. ഞങ്ങളെ ഉറ്റവരും മൂടിയവരും പിരിഞ്ഞു പോവുകയാ.
റബ്ബേ ഖബറിൽ ഞങ്ങൾ ഒറ്റക്കാണ് അല്ലാ, കൂരാകൂരിട്ടിൽ ഞങ്ങൾ ഒറ്റക്കാണ് അല്ലാഹുവേ. ഖബർ വല്ലാത്ത അനുഭൂതിയാ തമ്പുരാനെ. മുൻകർ വരുമെന്ന് പഠിച്ചവരാ, നക്കീർ വരുമെന്ന് പഠിച്ചവരാ. അലൈഹിമസ്സലാത്തു വസ്സലാം യാ ഇലാഹനാ. അവര് വന്നുകൊണ്ട് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അല്ലാ അതിന് വളരെ ലളിതമായി ഉത്തരം കൊടുക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. റബ്ബേ ഉത്തരം കൊടുക്കാൻ കഴിയാത്തവനായി ഞങ്ങളെ നീ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ നീ മാറ്റല്ലേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. റബ്ബേ ഖബർ കഴിഞ്ഞാൽ നിന്റെ മഹ്ശറിലേക്കാ ഞങ്ങൾ വരുന്നതല്ലാ. നിന്റെ മഹ്ശരൻ ഞങ്ങളുടെ ഹബീബാണ്, ഞങ്ങൾക്ക് തുണ അല്ലാ. ഞങ്ങളെ ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കാൻ, ഞങ്ങളെ ഹബീബിന്റെ നാമം കേൾക്കുമ്പോ സലാത്തുകൾ ചെല്ലാൻ റബ്ബേ ഞങ്ങൾക്ക് നീ സൽബുദ്ധി തരണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ അല്ലാ മതിവരുവോളം വാങ്ങി കുടിക്കാൻ ഈ സദസ്സിൽ വന്നിരുന്ന ഒരു ഒറ്റ കാരണത്താൽ ഞങ്ങൾക്ക് നീ ഭാഗ്യം ചൊരിയണേ അല്ലാ. റബ്ബേ നിന്റെ അർശിന്റെ തണല് തരണേ അല്ലാ. നിന്റെ ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ കീഴിലായി ഞങ്ങളെ നീ അണിനിരത്തണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ഹിസാബ് ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാ. നിന്റെ കിതാബിനെ നീ വലം കയ്യിൽ തരണേ അല്ലാ. അല്ലാഹുവേ നിന്റെ നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം തരണേ അല്ലാ. നരകത്തിലാക്കല്ലേ അല്ലാ. നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ നിന്നോട് ചോദിച്ച ദുആക്ക് നീ ഉത്തരം തരണേ അല്ലാ. കാലതാമസമില്ലാതെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബനാ അതിമിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റഹ്മാനായ അല്ലാ ഞങ്ങളുടെ ഭാര്യമാര് അല്ലാ, ഞങ്ങളുടെ ഉമ്മമാരിയാ ഇലാഹനാ, അവര് പാവങ്ങളാ തമ്പുരാനെ. ഞങ്ങൾ പുറത്തു പോയാൽ വീട്ടിൽ ഒറ്റക്ക് കഷ്ടപ്പെടുന്നവരാ, അവർക്ക് നീ ഖൈർ ചൊരിയണേ അല്ലാ. സമാധാനം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയമുള്ള ഉപ്പമാര് അല്ലാ, അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പമാര് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാ അവർക്കും നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഈ നാട്ടിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഈ നാട്ടിലുള്ള സ്നേഹബന്ധം നീ ദൃഢപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഇവിടേക്ക് നീ ഖൈർ ചൊരിയണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين ويا أكرم الأكرمين. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സൂചിപ്പിച്ചതുപോലെ ഞാനൊരു മുസൽമാനായിട്ട് ജനിച്ചു, ഇനി എനിക്ക് മുസൽമാനായിട്ട് മരിച്ചു പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നാളെ മുതൽ ഇൻഷാ അല്ലാഹ് സ്വന്തം ഒന്ന് ഹൃദയത്തോട് ചോദിച്ചു നോക്കുക. അതേപോലെ രണ്ടാമതായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോൾ എനിക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഞാനിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളാൽ സാധിക്കുമോ എന്നുള്ളതും ചോദിക്കുക. മൂന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്നും കിതാബ് വാങ്ങാൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം മതി വരുമോ? കത്തിക്കാളുന്ന അള്ളാഹുവിൻ്റെ ദേഷ്യം ഉൾക്കൊള്ളുന്ന വിഭാഗത്തിൽ വലിച്ചെറിയപ്പെടുന്ന നരകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിഭാഗത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായി ഞാൻ പെട്ടുപോകുമോ എന്നുള്ള 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഹൃദയത്തോടെ ചോദിച്ചിട്ട് ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതശൈലിയൊന്ന് മാറ്റിയെടുക്കും എന്നൊരു ദൃഢ പ്രതിജ്ഞയോട് കൂടെ ബിഹക്കി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പ്രിയമുള്ളവരെ, എനിക്കും എൻ്റെ കുടുംബത്തിനേക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കൂടെ വന്നതായ എൻ്റെ പെങ്ങളെ മകൻ ആസിഫ് തങ്ങൾ, റിൻഷാദ് അൻവർ ഉസ്താദ്, അൻസാർ ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ആത്മീയ സുഹൃത്ത് നമ്മുടെ നൂറുദ്ദീൻ തങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഇബ്രാഹിം ഉസ്താദ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഞങ്ങളൊക്കെ ദുആയിൽ നിങ്ങളും ഉണ്ടാകും എന്നൊരു വാക്തത്വം നൽകിക്കൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകിച്ചിട്ട് മറ്റന്നാ ഞാൻ അന്തമാനിലേക്ക് പോവുകയാണ്. അവിടെ 1-2 പരിപാടികളുണ്ട്. അപ്പോൾ യാത്രയിലുടനീളം ഒരു പ്രയാസമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.